ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ ക്ലീൻ ആയി അവിടെ പുതിയ മുടികൾ വളരാൻ അവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് പുതിയ മുടികൾ പെട്ടെന്ന് വളരാനും അതേപോലെ തന്നെ മുടിയുടെ തിക്നെസ് നല്ലതുപോലെ കൂട്ടിയെടുക്കാനും മുടി പെട്ടെന്ന് നീണ്ടു വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കും കൂടിയാണ്. ഇത് കൂടാതെ ഞാൻ എങ്ങനെയാണ് ഷാംപൂ യൂസ് ചെയ്യണത്, എങ്ങനെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തെടുക്കുന്നത്, ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഹെയർ കെയർ റൊട്ടീൻ തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നാൽ മാത്രം മതി. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തലയിൽ പൊറ്റ പിടിച്ചിരിക്കുന്ന താരനും മുടി കൊഴിച്ചിലും മാറ്റി മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മളൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കുക. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ എണ്ണ ഈ ഒരു വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുക. വെള്ളം നല്ലതുപോലെ തിളയ്ക്കും തോറും നമ്മൾ ഇറക്കി വെച്ച നമ്മുടെ എണ്ണയും നല്ലതുപോലെ ചൂടായി വരും. എന്ന് വെച്ചാൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഈ ഒരു എണ്ണ ചൂടാക്കി എടുക്കുക എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ വെറും 5 മിനിറ്റ് നേരം മാത്രം ഇതേപോലെ ഡബിൾ ബോയിലിംഗിലൂടെ എണ്ണ ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് സമയം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എണ്ണ ഇറക്കി വെച്ചതിന് ശേഷം ഇളം ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇളം ചൂടിരിക്കുന്ന സമയത്ത് ആ ഒരു ചൂടോടുക്കനെ തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ചൂടല്ല, ഇളം ചൂട്, അതായത് നമ്മുടെ വിരൽ നമുക്കതിൽ തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടിരിക്കുമ്പോൾ തന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ സ്കാൽപ്പ് വേർതിരിച്ച് ആ ഒരു ചൂട്, ഇളം ചൂട് നമ്മുടെ സ്കാൽപ്പിലേക്ക് തട്ടണം. ആ ഒരു വിധത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ഇളം ചൂട് ഉള്ള എണ്ണ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇങ്ങനെ തട്ടുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പ്, അതായത് നമ്മുടെ പോഴ്സ് ഒക്കെ നല്ലതുപോലെ ഓപ്പൺ ആവാനും അതുവഴി ഈ ഒരു എണ്ണ ഇറങ്ങിച്ചെല്ലാനും അതേപോലെ തന്നെ നമ്മുടെ പോഴ്സ് ഒക്കെ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുണ്ടാവും. നമ്മുടെ തലയിലെ അഴുക്കും ഈ താരനൊക്കെ കാരണം നമ്മുടെ ശുശിരങ്ങൾ, നമ്മുടെ മുടികൾ കിളിർത്ത് വളരാനുള്ള ശുശിരങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ ശുശിരങ്ങളും പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ട് അവിടെ പുതിയ മുടികൾ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വകച്ചലെടുത്തതിന് ശേഷം ഓരോ ലെയറുകളായിട്ട് നമ്മുടെ സ്കാൽപ്പ് മുഴുവനായിട്ടും തന്നെ ഈ ഒരു എണ്ണ തട്ടണം. ആ ഒരു വിധത്തിൽ വേണം നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരേപോലെ മുടികൾ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുള്ളൂ. നമ്മൾ സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ മുടിയിലും മുടിയുടെ തുമ്പത്തൊക്കെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹെയർ ഓയിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു ജെന്റിലായിട്ടുള്ള ഒരു മസാജ് കൊടുക്കുക. ഹാഷ് ആയിട്ടല്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്കാൽപ്പ് ഒന്ന് 2-3 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടി കെട്ടിവെക്കുക. 15 മിനിറ്റ് നേരം ഈ ഒരു ഹെയർ ഓയിൽ നമ്മുടെ മുടിയിൽ തന്നെ വെച്ചിരിക്കണം. 15 മിനിറ്റുകൾക്ക് ശേഷം നമ്മൾ കെട്ടിവെച്ച നമ്മുടെ മുടി അഴിച്ചു മാറ്റിയതിന് ശേഷം ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ പല്ലകലുള്ള ഒരു ചീപ്പി എടുത്ത് നിങ്ങളുടെ തലയിൽ താരനെ പതിയെ ഇളക്കി കൊടുക്കുക. ഒരുപാട് ഹാഷായിട്ടല്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു ഇളം ചൂടുള്ള എണ്ണ നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൊറ്റ പിടിച്ചിരിക്കുന്ന നമ്മുടെ താരനുണ്ടല്ലോ, അത് ഈ ഒരു ഇളം ചൂട് തട്ടുന്ന സമയത്ത് ഇളകി നിൽക്കും, നല്ലതുപോലെ കുതിർന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു ചീപ്പ് യൂസ് ചെയ്ത് ജസ്റ്റ് ആ താരനെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ എത്ര പൊറ്റ പിടിച്ച താരനാണെന്നുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ വേരോടുകൂടി തന്നെ ഇളകി വരും. എൻ്റെ തലയിൽ താരൻ ഇല്ലാത്തത് കാരണം അതിൻ്റെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാനേ, ഇങ്ങനെ കാണിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. നിങ്ങൾക്ക് താരനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേരോടെ നിങ്ങളുടെ താരൻ പൂർണ്ണമായിട്ടും തന്നെ ഇല്ലാതാക്കി നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ കെയറിങ് മെത്തേഡാണ് ഈ ഒരു രീതി. തീർച്ചയായിട്ടും താരനെ കൊണ്ടും പൊറുതി മുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എല്ലാവരും ചെയ്യുക. ഇനിയിപ്പോൾ താരൻ ഇല്ലാത്തവരും ചെയ്യുക നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് പുതിയ മുടികൾ പെട്ടെന്ന് വളരാനും മുടിക്ക് ഉള്ളു വെക്കാനും മുടി നന്നായിട്ട് സ്പീഡായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് 4 ടേബിൾ സ്പൂൺ ഉലുവ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചതാണ്. നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ എടുത്തിരുന്നാലും മതി കേട്ടോ. ഇനി ഞാൻ
ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് തേങ്ങ ചിരവി എടുത്തതാണ് കേട്ടോ. ഇതും നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താം. നിങ്ങൾക്ക് കുറച്ച് മുടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞു എന്നുള്ളൊരു കണക്കിൽ നമ്മൾ തേങ്ങ ചേർത്തിരുന്നാൽ മതി. അളവ് കൂടുകയോ കുറയോ ചെയ്താലൊന്നും യാതൊരു പ്രശ്നമില്ല, അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. എൻ്റെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് ഞാൻ കുറച്ച് അധികം തന്നെ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ ഈ ഒരു ഹെയർ കെയറിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി ചീവി എടുക്കുന്ന സമയത്ത് കട്ടായി താഴെ വീഴുക, സ്പ്ലിറ്റൻസ് വരിക, മുടി ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുക, സ്മൂത്ത്നെസ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു തേങ്ങാപ്പാൽ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി എടുക്കാനും ഈ കട്ടായി താഴെ വീഴുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. ഇനി ഒരു മിക്സിയിലേക്ക് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊരു കുഴഞ്ഞ രീതിയിൽ നമ്മൾ നല്ല രീതിക്ക് അരച്ചെടുക്കുക. അരച്ചെടുത്ത് വന്ന് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ നമ്മുടെ പഴയ ഷോൾ ഉണ്ടാവുമല്ലോ പോളിസ്റ്ററിൻ്റെ, ആ ഒരു ഷോളിൽ ഇത് ഒഴിച്ച് നല്ല രീതിക്ക് അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയുടെ ആ ഒരു തരിയും അതേപോലെ തന്നെ നമ്മുടെ ഉലുവയുടെ തരിയൊക്കെ നമ്മുടെ മുടിയിലൊക്കെ അങ്ങനെ പറ്റി പിടിക്കും. നമ്മൾ എത്ര ഹെയർ വാഷ് ചെയ്താലും അത് പോവില്ല. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീമി പേസ്റ്റ് പോലെ ആയി മാറിയിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത്. അതിപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാനും പറ്റുന്നുണ്ടല്ലോ. ഇനി നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിലോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ. ഇത് നമ്മുടെ മുടി പെട്ടെന്ന് വളരാനും, നിങ്ങൾക്ക് എത്ര തന്നെ മുടി വളരാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും കൊഴിഞ്ഞ സ്ഥാനത്ത് പുതിയ മുടികൾ വളരാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർത്ത് വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു കാസ്റ്റർ ഓയിലിന് അത്രയും ഗുണമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ നിറച്ചും കാസ്റ്റർ ഓയിൽ ഈ ഒരു ഹെയർ പാക്കിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക. നല്ല രീതിക്ക് കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ഒരു അടിപൊളി ഹെയർ പാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു സോഫ്റ്റ് ആണ്, ഭയങ്കര സ്മൂത്തി ആണല്ലോ ഈ ഒരു ഹെയർ പാക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അത്രയും സ്മൂത്ത്നെസ് ആണ് ഈ ഒരു ഹെയർ പാക്കിനുള്ളത്. ഇതേ ഒരു സ്മൂത്ത്നെസ് നമ്മുടെ മുടിയിലും തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ടതും വകച്ചലെടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ തട്ടുന്ന വിധത്തിൽ വേണം ഈ ഒരു ഹെയർ പാക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. സ്കാൽപ്പിലും പിന്നെ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുടിയിലും മുടിയുടെ തുമ്പത്തും അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്കാൽപ്പിൽ ഈ ഒരു രീതിയിൽ നമ്മൾ വകച്ചിലെടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു പാർട്ടീഷൻ എടുക്കുക, ഒരു സെക്ഷൻ എടുക്കുക. അതിനുശേഷം മുടിവേര് മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്കും ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ വലിച്ചു കൊടുത്ത് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുഴുവനായിട്ടും നമ്മുടെ സ്കാൽപ്പിൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് നേരം മാത്രം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ വെച്ചിരുന്നാൽ മതി. ടോട്ടലി ഒരു 40-45 മിനിറ്റാണ് ഈ ഒരു റൊട്ടീൻ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട സമയം. ഉലുവ ഒരു നാച്ചുറൽ ഷാമ്പുവും കൂടിയാണ്. എന്നിരുന്നാലും നമ്മൾ കാസ്റ്റർ ഓയിലും അതിനു മുമ്പ് നമ്മുടെ താരനൊക്കെ ഇളക്കിയെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ കഴുകിയെടുത്താൽ പോരാ. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പു ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയൊക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ മുടി കെട്ടി വെക്കുന്നുണ്ട്. ഇനി 20 മിനിറ്റ് കഴിഞ്ഞ ഹെയർ വാഷ് ചെയ്തെടുക്കുന്ന എൻ്റെ ഒരു റൊട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ഷാമ്പു ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഷാമ്പു എടുത്ത് നിങ്ങളുടെ മുടിയിൽ തേച്ച് ഒരിക്കലും കഴുകിയെടുക്കാൻ വേണ്ടി പാടില്ല. എത്ര തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു ആണ്, പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ആണെന്നുണ്ടെങ്കിലും അതിൽ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കെമിക്കൽ അതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഷാമ്പൂസൊക്കെ കുറേ ദിവസത്തേക്ക് കേടുവരാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഷാമ്പു നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു ബൗൾ എടുത്ത് നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഷാമ്പു അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് വീണ്ടും പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ഈ ഒരു വെള്ളം ഒഴിച്ച് വേണം നമ്മുടെ മുടി കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഷാമ്പു നമ്മുടെ മുടിയിൽ തേച്ച് കഴുകാൻ വേണ്ടി പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി എക്സ്ട്രാ ഡ്രൈനെസ് ആവും, മുടി പൊട്ടിപ്പോവും, മുടിയുടെ ഹെൽത്ത് കുറഞ്ഞു വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ
ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഷാമ്പു യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഹെയർ വാഷ് ചെയ്ത് വന്ന എൻ്റെ നനഞ്ഞ മുടിയാണ് നിങ്ങൾ കാണുന്നത്. മുടി ഉണങ്ങി കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾ ലൈവായിട്ട് കണ്ടോളൂ, നമ്മുടെ മുടി എക്സ്ട്രാ സ്മൂത്ത് ആയിട്ടുണ്ടാവും. നമ്മുടെ തലയിലെ താരനൊക്കെ മുഴുവനായിട്ട് മാറി നമ്മുടെ സ്കാൽപ്പും മുടിയും നല്ലതുപോലെ ക്ലീനായി നമ്മുടെ മുടി കാണാൻ നല്ലൊരു ഭംഗിയായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് മാറിയിട്ടുണ്ടാവും ഈ ഒരു ഹെയർ പാക്ക് ഒരു തവണ നമ്മുടെ മുടിയിൽ ഇടുമ്പോൾ തന്നെ. അതിൻ്റെ ലൈവായിട്ടുള്ളൊരു റിസൾട്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ഹെയർ കെയർ റൂട്ടീൻ ഇന്ന് ഞാൻ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു വട്ടം മാത്രം നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്തിരുന്നാൽ മതി. നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് അയക്കൂ. അതിനുള്ള റിപ്ലൈ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.